Assalamualaikum. Hi all. Welcome back to my channel Maimun's Kitchen. അപ്പോൾ ഇന്നൊരു ഡിന്നർ റെസിപ്പിയാണ് കാണിക്കുന്നത്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നൈറ്റിൽ ഉണ്ടാക്കിയ കുറച്ച് റെസിപ്പീസാണ്. ചിക്കൻ ടിക്ക മസാലയും അതുപോലെ തന്നെ ട്രയാങ്കിൾ ചപ്പാത്തിയുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഞാനിപ്പം ചിക്കൻ ടിക്ക മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ ടിക്ക എന്ന് പറയുന്നത് ഇന്ത്യൻ കസീനാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ ചേർത്തുകൊണ്ട് ആദ്യം ഒന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അത് ഒന്നുകിൽ ഗ്രിൽ ചെയ്തെടുക്കും, അതല്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കി അതിൽ മിക്സ് ആക്കുന്നതാണ്. അപ്പം പൊതുവെ ചിക്കൻ ടിക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് ടിക്ക എന്ന് പറയുന്നത് മീറ്റിൻ്റെ ആ ഒരു പീസസ് തന്നെയായിരിക്കും. കട്ട്ലേറ്റൊക്കെ പോലെ ഒരു പീസായിട്ടാണ് ഉണ്ടാവുക. ഇറച്ചീൻ്റെ എല്ലാം കൊട്ടൊന്നും ഇല്ലാത്തതായിരിക്കും. അത് നമ്മുടെ ഈ സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ട് ഒന്നുകിൽ ഗ്രിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ പാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിക്കിലൊന്നും കുത്താണ്ട് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്രേവിയിലിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ചിക്കൻ ടിക്ക മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ചിക്കൻ സ്വതവേ എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത പീസാണ് ടിക്കയായിട്ട് എടുക്കാൻ. ഞാനിപ്പം ഗ്രേവി ആക്കിയിട്ടും കൂടെ ആക്കുന്നത് കൊണ്ട് കുറച്ച് എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള പീസാണ് എടുത്തത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിപ്പം ചിക്കൻ പീസസ് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ നല്ലൊരു ടെൻഡറാവും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാപ്രിക്ക പൗഡർ എന്ന് പറയും. കാണുമ്പോൾ നമ്മുടെ സാധാ മുളക് പൊടിയൊക്കെ പോലെയാണ്, റെഡ് കളറിലാണ്. പക്ഷേ അത് ഈ റെഡ് ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചെടുക്കുന്ന പൊടിയാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ഗ്രീൻ ക്യാപ്സിക്കം ഒന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പം ഒരു ക്യാപ്സിക്കം ഹാഫ് പീസാണ് ഞാനിപ്പോൾ ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തത്. അതൊരു 2-3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പം. ബാക്കി നമുക്ക് ഗ്രേവിയിലൊന്ന് മിക്സാക്കി എടുക്കാനുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊടികളായിട്ടുള്ള മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എല്ലാം ഇട്ടിട്ട് നന്നായി അങ്ങ് മിക്സാക്കി എടുക്കണം. ചിക്കൻ ഇനി നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം 1-2 മണിക്കൂർ നമുക്കിത് അടച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആ ചിക്കനിൽ പിടിച്ചോട്ടെ, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതിപ്പം ഞാൻ നേരത്തെ അരച്ചെടുത്ത ക്യാപ്സിക്കം ആണ്. അതൊരു 2-3 ടീസ്പൂണൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം ഒരു തക്കാളി നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് നല്ല തിളച്ച് വന്ന വെള്ളത്തിലേക്ക് അങ്ങിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഗ്രേവിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി പ്യൂരി എന്തായാലും നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ക്യാപ്സിക്കം അരച്ചെടുത്ത ആ ഒരു മിക്സിയിൽ തന്നെ അങ്ങോട്ട് അരക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 1-2 തക്കാളി വേവിച്ചെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിൽ നന്നായിട്ട് പ്യൂരി ആക്കി എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചപ്പാത്തീൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ആട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി അങ്ങ് കുഴച്ചെടുക്കുക. അപ്പം മൈദയും ആട്ടയും മിക്സ് ആക്കിയിട്ടാണ് നമ്മളിവിടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാറ്. ഇനിയിപ്പോൾ ആട്ട മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്നങ്ങ് കൈകൊണ്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലിട്ടിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ പാലെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൈകൊണ്ട് തൊടുമ്പം ഉള്ള ചൂടുണ്ടല്ലോ, ഒരുപാട് ചൂടായി പോവാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ പാല്, ഒരുപാട് ചൂട് വേണ്ട, കയ്യിൽ തൊടുമ്പോൾ ഉള്ള ആ ഒരു ചൂട്, നമുക്ക് തൊടാൻ പറ്റുന്ന ചൂട്, അങ്ങനെയുള്ള ചൂടിൽ ഇതങ്ങ് കുഴച്ചെടുക്കാം. ഇനി പാലില്ലെങ്കിൽ ഒരു ഇളം ചൂടിലുള്ള വെള്ളം ആയാലും കുഴപ്പമില്ല, അങ്ങനെ കുഴച്ചെടുത്തിട്ട് വെക്കാം. ഇനിയിപ്പം ഇതും കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ പാല് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ ചൂടുള്ളതാവുമ്പം നമ്മുടെ ചപ്പാത്തി നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും. അങ്ങനെ മാവിപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തടവിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ട് അടച്ച് വെക്കാം. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കണം. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പം
ഗ്രേവി ഉണ്ടാക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും ഒരേ പാത്രത്തിൽ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീ അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, അതല്ലെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ആ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം ചിക്കൻ എല്ലാം നന്നായിട്ടൊന്നങ്ങ് മുരിച്ചിട്ട് പൊരിച്ചെടുക്കുക. ഒരുപാട് ഓയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുകയല്ല, കുറച്ച് ഓയിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഓവൻ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്റ്റിക്കിലൊക്കെ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് തനി പീസ്, എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് സ്റ്റിക്കിൽ കുത്തിയിട്ട് ഒന്നുകിൽ ഗ്രിൽ ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ പാനിൽ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പം ഞാനിപ്പം സ്റ്റിക്കൊന്നും കുത്തിയെടുക്കുന്നില്ല, ചിലപ്പോൾ എല്ലാവർക്കും അതുണ്ടാവണം എന്നില്ലല്ലോ. അങ്ങനെ ഇപ്പം ചിക്കൻ എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ട് വെന്ത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് പാത്രത്തിൽ നിന്ന് അങ്ങ് കോരി മാറ്റുകയാണ്. ഇതേ പാനിൽ തന്നെ ഇനി ബാക്കിയുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതൽ ഗീ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കി വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറും, എന്തായാലും ആ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണല്ലോ, അപ്പോൾ കളറൊക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നുകൂടെ അങ്ങ് മൂപ്പിച്ച് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ക്യൂമിൻ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ ഗരം മസാല പൗഡറിന് പകരം ഓരോ പൗഡറും ഉണ്ടല്ലോ, അതായത് ഏലക്കാപ്പൊടി, ഗ്രാമ്പൂ പൊടി, പിന്നെ നമ്മുടെ നട്ട്മെഗ് പൗഡർ, അങ്ങനെയൊക്കെ ഓരോ പൗഡറായിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഗരം മസാലയിൽ എല്ലാം ചേർത്തിട്ടാണല്ലോ ഗരം മസാല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരുമിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ടൊമാറ്റോ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ടൊമാറ്റോ ഓൾറെഡി വെന്തതാണ്, എന്നാലും ഈ ഒരു മസാലയിലും നെയ്യിലും ഒക്കെ കിടന്നിട്ട് ഒന്നങ്ങ് വെന്ത് വരണം. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പം ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാദാ മുളകും പിരിയൻ മുളകും രണ്ടും കൂടെ മിക്സാക്കി പൊടിച്ചെടുത്തതാണ്. കളറും ഉണ്ടാവും, അത്യാവശ്യം ചെറിയൊരു എരിവുണ്ടാവും. ഇനിയിപ്പോൾ എല്ലാം ഇട്ട് നന്നായി മിക്സാക്കിയിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഉപ്പ് കുറച്ച് പോരാത്തത് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് മിക്സാക്കാം. നമ്മുടെ കറി ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ പണി മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ചിക്കൻ തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് സോഫ്റ്റാണ്, നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ആ പൊരിച്ചെടുക്കുമ്പോൾ തന്നെ. ഇനിയിപ്പം ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ഒന്ന് നന്നായി ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ മസാലയിൽ ഇറങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിപ്പം 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ അടച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മൂടി തുറക്കുമ്പോൾ കണ്ടോ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ആ ചിക്കനൊന്നും അടച്ചു വെക്കുമ്പോൾ എന്തായാലും വെള്ളം കുറച്ച് ഇറങ്ങിയിട്ട് ആ ഈർപ്പമൊക്കെ ഇറങ്ങി വരും. ഒരുപാട് ഇനി ടൈറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായി ഒന്നങ്ങ് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ക്രീമാണ്. അപ്പം ഞാനിപ്പം കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്രീം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോൾ ക്രീം സാധാരണ നമ്മൾ അമൂലിൻ്റെയൊക്കെ ക്രീം വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനെയുള്ള ക്രീം ഉണ്ടെങ്കിൽ കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. അതല്ല വിപ്ഡ് ക്രീം ഉണ്ട്, നമ്മൾ കേക്കിനൊക്കെ ഫ്രോസ്റ്റ് ചെയ്യുന്ന ഷുഗർ ആഡഡ് അല്ലാത്ത ക്രീംസ് ഉണ്ടാവും, അതാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആ ക്രീം ഒന്ന് എല്ലാത്തിലും പിടിക്കാനായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അങ്ങനെ ക്രീമൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ചപ്പാത്തി ഉണ്ടാക്കണം. അതിനായിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തീൻ്റെ മാവ് പോലെ തന്നെ ഒന്നുകൂടെ നന്നായി കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. സാധാരണ ഒരു ചപ്പാത്തീൻ്റെ ബോളാക്കിയിട്ടെടുക്കാം. അങ്ങനെ ഞാനിപ്പം എല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിപ്പം സ്ക്വയർ പരത്തുന്നത് പോലെ തന്നെയാണ്. നമ്മൾ സ്ക്വയർ ചപ്പാത്തി, മടക്ക് ചപ്പാത്തി ഉണ്ടല്ലോ, അത് പരത്തിയെടുക്കുന്ന പോലെ തന്നെയാണ്. ഇതിനൊന്ന് ട്രയാങ്കിൾ ആക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം ഒരു ബോൾ ഇങ്ങനെ പരത്താനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയോ അല്ലെങ്കിൽ ചിലർക്ക് ഓയിൽ ഒഴിച്ച് പരത്താൻ ഭയങ്കര ഈസി ആയിരിക്കും. എനിക്കത്ര ശരിയാവില്ല. ഞാൻ പൊടി തന്നെയാണ് പരത്തിയെടുക്കാറ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൂരീൻ്റെ വലിപ്പത്തിൽ അങ്ങനെ അങ്ങ് പരത്തിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ആ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് നന്നായി പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഈ ഓയിലിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഒന്ന് വിതറി കൊടുത്തിട്ട് ഇതേപോലെ മടക്കിയെടുക്കാം. ട്രയാങ്കിളായിട്ട് തന്നെ മടക്കിയെടുക്കാം. നമ്മൾ സ്ക്വയറായിട്ട് 4 അപ്പുറം ഇപ്പുറം വെച്ച് മടക്കുന്നതിന് പകരം ഇതിങ്ങനെ ട്രയാങ്കിളായിട്ടാണ് മടക്കിയെടുക്കുക. ആ ഒരു സ്ക്വയർ മടക്ക് ചപ്പാത്തിയൊക്കെ പോലെ തന്നെ കുറച്ച് തടിയൊക്കെ ഉണ്ടാവും ഈ ഒരു ചപ്പാത്തി. നമ്മുടെ റൗണ്ട് ചപ്പാത്തി പോലെ നേർമയായിട്ടുള്ളതല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളായിട്ട് പരത്തിയെടുത്തതിന് ഒന്ന് നന്നായിട്ട് അങ്ങ് വലുതായിട്ട് സാധാരണ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങനെ അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തുമ്പം കോണ് വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. കോണോട് കോണ് വെച്ച് പരത്തിയെടുത്തെങ്കിൽ മാത്രമേ 3 കോണും ഷേപ്പായിട്ട് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് ഔട്ടായി പോകും. കോണോട് കോണെന്ന് പറയുമ്പം ഈ കോണ് 3 കോണുണ്ടല്ലോ, ആ ഓരോ കോണ് വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പം ട്രയാങ്കിളായിട്ടുള്ള ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് ചുട്ടെടുക്കാം. ഇനിയിപ്പം ഇത് സാധാരണ പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ട് ചുട്ടെടുക്കണം. അപ്പം എണ്ണ ചിലർക്ക് അലർജി ആയിരിക്കും, ഒഴിക്കാറില്ല. ഞാൻ സാധാരണ ഇവിടെ നമ്മൾ കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കും. എണ്ണ എന്ന് പറയുമ്പം നല്ല നെയ്യ് ഉള്ളിയിൽ മൂപ്പിച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ ഡാൽഡ ഉള്ളിയിൽ മൂപ്പിച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ ഓയിൽ ഉള്ളിയിൽ മൂപ്പിച്ചെടുക്കും. ചൂടായി വന്ന ഓയിലിൽ കുറച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതാണ് ഇങ്ങനെ ചപ്പാത്തിയിലും പൊറോട്ടയിലും ഒക്കെ പുരട്ടി കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ അതാണ് ഇങ്ങനെ പുരട്ടി കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ വേണ്ടാത്തവർ ഓയിൽ അവോയ്ഡ് ചെയ്തിട്ട് ഉണക്കായിട്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് ആറി വരുമ്പം അടുത്ത ഭാഗത്തങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കുമ്പം ലെയറായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം തടിയോടുകൂടി പരത്തിയെടുത്തെങ്കിൽ മാത്രമേ അങ്ങനെ ലെയറായിട്ട് കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. പിന്നെ ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ഭാഗവും നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക്, പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ എല്ലാ ചപ്പാത്തി അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ ഉള്ളൊക്കെ കാണുന്നത്. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ലെയറായിട്ട് കാണുകയും ചെയ്യും. നല്ല സോഫ്റ്റാണ്. ചെറിയ ചൂടുള്ള പാലിൽ കുഴച്ചെടുക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി പാലല്ലെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചാലും മതി. അടിപൊളി സോഫ്റ്റായിരിക്കും ചപ്പാത്തി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ചപ്പാത്തി ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്ക്. ഇനിയിപ്പം നമുക്കിത് ചൂടോടുകൂടി തന്നെ അങ്ങ് സെർവ് ചെയ്യാം. നല്ല ചൂട് ട്രയാങ്കിൾ ചപ്പാത്തിയും ചിക്കൻ ടിക്ക മസാലയും അടിപൊളി കോമ്പിനേഷനാണ്. ഈ ഒരു കറി എന്ന് പറയുന്നത് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്, നല്ല എരിവുണ്ട്.
അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നറിയില്ല. സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അപ്പം എന്നെ പോലെ സ്വീറ്റും സ്പൈസിയും ഒരുപോലെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു കറിയും ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ടിക്ക മസാലയാണ്. ഇന്ന് കാണിച്ച 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.